സെറ്റാണ് ഇപ്പോൾ. സെറ്റാണ്. ലോഗിനായി സൈനപ്പ് ആയി. ഞാൻ ലിങ്കും കൂടി ആഡ് ചെയ്യും. ലിങ്ക് ആഡ് ചെയ്യണോ? ലിങ്ക് ആഡ് ചെയ്യാം. ലോഗൗട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് സൈൻ ഔട്ടിലോട്ട് പോകണം. അത് വർക്കിംഗ് ആണ്. ലോഗൗട്ടിലോട്ട് ഓക്കെ. വർക്കിംഗ് ആണ്, പ്രശ്നമല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെല്ല് ഇതിന് ആക്ഷൻ കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ സെൽ ബട്ടൺ നിൽക്കുമ്പോൾ എന്താണ്, ഒരു ഫോം വരണം. നമ്മൾ ഓൾറെഡി ഒരു ഫോം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ആ കമ്പോണന്റ് ഇവിടെ കാണിക്കണം. അപ്പൊ അത് സെറ്റ് ചെയ്യല്ലോ ആദ്യം. ഓക്കെ. ആപ്പ് പോവുക. ആപ്പ് പോയിട്ട് എന്ത് ചെയ്യണം? ഈ സെയിം സാധനം കോപ്പി ചെയ്യുക, പാത്ത് സെറ്റ് ചെയ്യുക. കമ്പോണന്റ് വരുന്നതാ ക്രിയേറ്റ് എന്നാണോ? ക്രിയേറ്റ് വരുന്നില്ലല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട്. അതാ ജാവാസ്ക്രിപ്റ്റ് മാറ്റാം. ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ റൗട്ടിന്റെ പേര് തന്നെ കൊടുക്കാം അല്ലേ നമുക്ക്? ഇമ്പോർട്ട് ക്രിയേറ്റ് ഫ്രം പേജസ് /create. ഓക്കെ. ഇനി നമുക്ക് ആ ഒരു ഫോം നോക്കാം എന്താ അവസ്ഥ ആണ്. പേരുണ്ട്, കാറ്റഗറി ഉണ്ട്, പ്രൈസ് ഉണ്ട്, ഫയൽ അപ്ലോഡും ഉണ്ട്. അപ്പൊ നമുക്ക് അതിന് ആദ്യം ആക്ഷൻ കൊടുക്കാം. ഓരോ സാധനത്തിനും ഒരു സ്റ്റേറ്റിലേക്ക് മാറ്റി വെക്കുന്നത് നമ്മൾ സ്ഥിരം കഥയാണത്. അപ്പൊ നമുക്ക് ആദ്യം അത് ചെയ്തിട്ട് നമുക്ക് കാണാം. അതിനു മുന്നേ നമുക്ക് ക്രിയേറ്റ് ഫോമിലേക്ക് ഒന്ന് പോവാം. ക്രിയേറ്റ് ഫോമിന് ഫ്രാഗ്മെന്റ് ഉണ്ട്, ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്. ഓക്കെ, വലിയൊരു ഫോമാണ്. ഇതിന് ആക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമ്മൾ എന്താണ് നെയിം, കാറ്റഗറി, പ്രൈസിന് ആക്ഷൻ കൊടുക്കാം. ഈ ഒരു സാധനത്തിന് മാത്രം നമ്മളിപ്പോൾ ആക്ഷൻ കൊടുക്കുന്നില്ല. അപ്പൊ ഇതിനൊക്കെ ആക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ചൂസ് ഫയലാണോ? ചൂസ് ഫയൽ. ഓക്കെ. ഇമേജ് അപ്ലോഡ് ചെയ്ത് അത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഇമേജ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യണമെന്നുള്ളത്. അല്ല, അത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫയൽ അപ്ലോഡ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാ ഫീൽഡിനും സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇമേജിന് മാത്രം നമ്മൾ സ്റ്റേറ്റിന്റെ ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. അത് നമ്മളിപ്പോ ചെയ്യാം. ബാക്കി എല്ലാത്തിനും നമ്മൾ ഓൺ ചേഞ്ച് ഇവന്റ്സും അല്ല ഓൺ ചേഞ്ച് എല്ലാ സാധനവും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇമേജിന് മാത്രം കൊടുക്കാം. ഇമേജിന് ഇവിടെ ഒരു ഇൻപുട്ട് ഫീൽഡ് ഉണ്ട്. ഈ ഒരു ഇൻപുട്ട് ഫീൽഡിന് ടൈപ്പ് ഫയലാണ്. അപ്പൊ അവിടെ ഓൺ ചേഞ്ച് നിൽക്കുക, അല്ല ഓൺ ചേഞ്ച് ലിസണർ എഴുതുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഫയലിൽ ചേഞ്ച് ചെയ്യാം. അപ്പൊ ഇതിലും ഇവന്റ് തന്നെയാണ് വരുന്നത്. ടൈപ്പ് ഫയലായാലും വ്യത്യാസമൊന്നുമില്ല, ഇവന്റ് ആണ് വരുന്നത്. ഇവന്റില് എന്താ ചെയ്യേണ്ടത്? സെറ്റ് ഇമേജിലേക്ക് ഈ ഡോട്ട് ഫയൽ അല്ലേ, ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ഫയൽ ഓഫ് സീറോ. അപ്പൊ മൾട്ടിപ്പിൾ ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഫയൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് അരേന്റെ അകത്ത് വരും കിടക്കും. അതെ. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ഫയലാണ് വേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്. അതിനുള്ളിൽ നമ്മൾ ഇപ്പോ ചൂസ് ചെയ്ത ഫയൽ നമുക്ക് അവിടെ കാണിക്കാം. അത് എന്ത് ചെയ്യും? SRC ഉള്ളിൽ നമുക്ക് ഇമേജ് ഉണ്ടെങ്കിൽ നമുക്ക് കാട്ടാൻ പാടുള്ളൂ. അപ്പൊ അതിനുള്ള ലോജിക് ആദ്യം എഴുതണം. അത് ഇമേജ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തോ ഒരു ഫംഗ്ഷൻ ഇല്ലേ, URL. അത് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു മെത്തേഡാണ്, ക്രിയേറ്റ് ഒബ്ജക്റ്റ് URL എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് കിട്ടുന്ന ബ്ലോബിന് ഇവിടെ കിട്ടുന്ന ഇമേജ് ബ്ലോബ് ആയിരിക്കും. ബ്ലോബ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ഉണ്ട്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അതിനെ കുറിച്ച് അധികം പറയുന്നില്ല. അതിനെ നമുക്ക് URL ആക്കി കാണിച്ചാലാണ് നമുക്ക് HTML പ്രിവ്യൂ ആവുള്ളൂ. സോഴ്സിൽ എപ്പോഴും URL ആണല്ലോ വേണ്ടത്. അപ്പൊ അത് നമുക്ക് URL ആയിട്ട് കാട്ടണം. അതിന് ജാവാസ്ക്രിപ്റ്റ് തന്നെ ഒരു തരുന്ന ഒരു മെത്തേഡാണ്. URL.create object URL എന്ന് പറഞ്ഞിട്ട് മെത്തേഡ് ഉണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഇമേജ് പാസ് ചെയ്യുന്നു. ഇനി നമുക്ക് അത് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു എംപ്റ്റി സ്ട്രിംഗ് ട്രൈ ചെയ്ത് നോക്കാം. അതില് വെറുതെ അടിച്ചു നോക്കണ്ട. ഒരു ഫയൽ വേണല്ലോ. ഈ ഒരു ഫയൽ ഓക്കെ വരുന്നുണ്ട്, വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഈ സാധനമൊക്കെ ഫയൽ സ്റ്റോറിലും കയറ്റണം,
എന്താണ് ഫയർ സ്റ്റോറിലും കയറ്റണം. എവിടെ ഫയർ സ്റ്റോർ? അവിടെ ഫയർ സ്റ്റോറിലും കയറ്റണം. പിന്നെ ഇവിടെയും കയറ്റണം, സ്റ്റോറേജിലും കയറ്റണം. ഓക്കെ. ഈ ഇമേജ് സ്റ്റോറേജ് കയറ്റുന്നു, ഫയർ സ്റ്റോറിൽ നമ്മൾ ആ ഡാറ്റ കയറ്റുന്നു. ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് URL ആണോ റിട്ടേൺ തരുന്നത്? അവർ URL ആണ് റിട്ടേൺ തരുന്നത്. ഓക്കെ ഓക്കെ. എന്നിട്ട് നമ്മൾ ആ URL ആണ് ഇവിടെ എന്താണ് സോഴ്സിലിടാം. അതെ, സോഴ്സിലിടാം. സോഴ്സിലിടുന്ന URL ആണ്. ഇവിടെ ഇതിപ്പോ ഒരു കളക്ഷൻ ആണ്, ഇതിൽ ഡോക്യുമെന്റ് ആണ്, ഫീൽഡ് ഉണ്ട്. അപ്പൊ ഇതേമാതിരി വേറൊരു കളക്ഷൻ വരും, പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഉള്ളില് ഒരു ഡോക്യുമെന്റ്, ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അതിൽ പ്രൊഡക്റ്റിന്റെ ID ഉണ്ടാവും, പ്രൊഡക്റ്റിന്റെ URL ആയിരിക്കും നമ്മൾ ഇതിൽ വെക്കാൻ പോകുന്നത്. അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഇതിലേക്ക് കയറ്റാൻ പോകുന്നത്. അപ്പൊ ഫയർബേസ് ആ ഇമേജ് എടുത്തിട്ട് സ്റ്റോർ ചെയ്തിട്ട് അതിലേക്കുള്ള ആ URL തിരിച്ചു തരും. അതെ. ഓക്കെ, അതൊരു ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എവിടെയാണ് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ ഉണ്ട്. അപ്പൊ ബട്ടണിൽ നമുക്ക് ഒരു കൊടുക്കണം, ആക്ഷൻ കൊടുക്കണം. അതിന് മുന്നേ നമ്മളിവിടെ കുറെ സ്ഥലത്ത് ഫോം ഉണ്ട്, അത് എടുത്ത് കളയാം. അതിന്റെ ആവശ്യമില്ല, ഫോമിന്റെ ആവശ്യമില്ല നമുക്ക്. ഫോമിലല്ല നമ്മൾ ആക്ഷൻ കൊടുക്കുന്നത്, ഈ ബട്ടണിലാണ്. അതെടുത്ത് കളയേക്കാം. ഇവിടെയും ഫോം ഉണ്ടല്ലേ? ഒറ്റ ഫോം വേണ്ടി കിടന്നോട്ടെ. അല്ല, ഫോമിൽ അത് ജസ്റ്റ് മനസ്സിലാവാനാണ് ഫോം വേണ്ടിയിട്ട്. നമുക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. കുഴപ്പമില്ല. സ്റ്റൈലിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. ഓക്കെ. ഇനി നമുക്ക് ആ ബട്ടണിൽ ആക്ഷൻ കൊടുക്കണം. ഓൺ ക്ലിക്കിൽ എന്താവണം? അത് അപ്ലോഡ് ആവണം, സബ്മിറ്റും ആവണം. ആ ഇമേജ് അപ്ലോഡ് ആവണം, സബ്മിറ്റ് ആവണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഓൺ ക്ലിക്കിൽ ഒരു ഹാൻഡിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതാം. കോൺസ്റ്റ് ഹാൻഡിൽ സബ്മിറ്റ്, അത് ഒരു ഫംഗ്ഷനാണ്, ആരോ ഫംഗ്ഷനാണ്. ആ ഒരു ഫംഗ്ഷൻ തന്നെയാണോ? എന്താണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ? ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. സബ്മിറ്റ് ആണ്. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫയർ സ്റ്റോറിലേക്ക് ഫയർ ബേസിന്റെ ഫയൽ അപ്ലോഡിലേക്ക് ഈ ഇമേജ് അപ്ലോഡ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ മുന്നേ കോൺഫിഗിൽ പോയിട്ട് നമുക്ക് പറയണം നമ്മൾ ഫയർ സ്റ്റോർ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ കോൺഫിഗ് എടുക്കുന്നു. കോൺഫിഗ് പോയിട്ട് എന്താണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്? ഇമ്പോർട്ട് ഫയർ ബേസ് സ്ലാഷ് സ്റ്റോറേജ് ഉപയോഗിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? സ്റ്റോറേജ് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാം ആദ്യം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കോണ്ടെക്സ്റ്റ് വേണം, 2 കോണ്ടെക്സ്റ്റ് വേണം. യൂസറിന്റെ കോണ്ടെക്സ്റ്റും വേണം, നമുക്ക് ഫയർ ബേസിന്റെ കോണ്ടെക്സ്റ്റും വേണം. യൂസറിന്റെ കോണ്ടെക്സ്റ്റ് എന്തിനാ വെച്ചാല് ഏത് യൂസറാണ് അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് അറിയണല്ലോ. അതിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഏത് യൂസറാണ് അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് അറിയണം. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു ID ഉണ്ട്, യൂസറിന്റെ ID നമ്മൾ കൊടുക്കും. ഓക്കെ, ഒരു യൂസർ ID എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇത് എന്തിനാ വെച്ചാല് ഇനി വ്യൂ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വരുന്നുണ്ട്, പേജ് വരുന്നുണ്ട്. അതിലെന്താ ചെയ്യുന്നത് വെച്ചാല് നമ്മൾ പോസ്റ്റ് നമ്മൾ വലുതായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇപ്പൊ OLX-ൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, യൂസറിന്റെ പേര്, ഫോൺ നമ്പർ വരുന്നുണ്ട്. അത് കാട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ യൂസറിന്റെ ID കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ആ ID വെച്ചിട്ട് നമുക്ക് യൂസറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാം. ഓക്കെ. അതായത് ഒരു യൂസർ ലോഗിൻ ചെയ്തിട്ട് ആ യൂസർ അപ്ലോഡ് ചെയ്യണ ഇമേജും ആ യൂസർ അപ്ലോഡ് ചെയ്യണ ഡീറ്റെയിൽസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ യൂസറിന്റെ ID നമ്മൾ ഇതിന്റെ കൂടെ സ്റ്റോർ ചെയ്തിട്ട് കളക്ഷനിലേക്ക് ഇടുന്നു അല്ലേ? അത്ര സിമ്പിൾ പരിപാടി. അപ്പൊ ആദ്യം നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കോണ്ടെക്സ്റ്റ് വേണം, 2 കോണ്ടെക്സ്റ്റ് വേണം. അത് നമുക്ക് ആദ്യം ഒപ്പരം ഇമ്പോർട്ട് ചെയ്യാം. സ്റ്റോർ കയറാം. സ്റ്റോറിൽ കയറുന്നു, കോണ്ടെക്സ്റ്റ് എടുക്കുന്നു, ഫയർബേസ്, പിന്നെന്താണ് ഓത്ത് കോണ്ടെക്സ്റ്റ്. യെസ്, അതെ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മള് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ ലോഗിൻ ചെയ്താൽ നമുക്ക്
ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഇതുണ്ട്, അപ്പോൾ അത് സൂക്ഷിക്കുക. കോൺസ്റ്റ് യൂസ് കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഫയർബേസ് കോണ്ടെക്സ്റ്റിൽ കൊടുക്കുന്നു. നമുക്ക് ഫയർബേസ് കോണ്ടെക്സ്റ്റ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അത് നമ്മളിവിടെ ഫയർബേസ് കൊണ്ടുവരുന്നു. സിമ്പിൾ കോണ്ടെക്സ്റ്റ് കേളി ബ്രാക്കറ്റ് ഓർക്കുന്നു, യൂസ് കോണ്ടെക്സ്റ്റ്. എന്നിട്ട് നമ്മൾ ഓത്ത് കോണ്ടെക്സ്റ്റ് കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മളിവിടെ യൂസറിനെ എടുക്കുന്നു. ഓക്കെ, സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോൺഫിഗ് ഫയലിലൊക്കെ നമ്മൾ പോയിട്ട് എന്താണ് ഫയർബേസിന്റെ ഫയർ സ്റ്റോറേജ് ഉപയോഗിക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി ഈ ഇമേജ് നമുക്ക് ഫയൽ സ്റ്റോറേജിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫയർ ബേസ് ഡോട്ട് സ്റ്റോറേജ് ഒരു ഫംഗ്ഷൻ ആണ്. അതിൽ നമുക്ക് റഫ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ റഫില് നമുക്ക് എന്തുണ്ട്, പാത്ത് കൊടുക്കണം അല്ലേ? പാത്ത് കൊടുക്കല്ല, പാത്ത് കൊടുക്കണം. എന്താണ് പാത്ത്? അവിടെ ഫയൽ സ്റ്റോറേജിൽ എന്താണ്, ഏത് പാത്തിലാണ് നമ്മളെ ഫയൽ അപ്ലോഡ് ആകാൻ പോകുന്നത്, എന്താണ് അതിന്റെ പേര് നമുക്ക് കൊടുക്കണം. നമുക്ക് ഇമേജ് എന്ന് പറഞ്ഞ പാത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേരും കൊടുക്കാം. പേര് നമ്മൾ ബാക്ക് ടിക്ക് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എഴുതുന്ന രീതിയിൽ നമുക്ക് എഴുതാം പേര്. അപ്പോൾ $സൈൻ ഇട്ടിട്ട് കളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഇമേജിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്ത ഇമേജ് ഇല്ലേ, എവിടെ പോയി, ഈ ഒരു ഇമേജിന്റെ പ്രത്യേകത വെച്ചാൽ ആ ഫയലിന്റെ പേര് നമുക്ക് കിട്ടും, ഇവിടെ ആക്സസിബിൾ ആണ്. അപ്പോൾ ഡോട്ട് നെയിം വിളിക്കുക. അതായത് അത് ബ്ലോബ് ആണ്, അതിൽ നമുക്ക് നെയിം ഉണ്ട്, ഫയലിന്റെ സൈസ് ഉണ്ട്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഡോട്ട് നോക്കി അത് കഴിഞ്ഞിട്ട് അത് ആ ഫയൽ ആ ഫയൽ അപ്ലോഡ് ചെയ്യണം. അതിന് പുട്ട് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. അതിലേക്ക് നമ്മൾ ആ ഇമേജ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദെൻ ബ്ലോക്കിൽ ഈ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെഫ് എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് വരുന്നുണ്ട്. ആ ഒരു റെഫ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇമേജിന്റെ URL എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അപ്ലോഡ് ആയി കഴിഞ്ഞാലാണ് വരിക. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദെൻ ബ്ലോക്ക് ഇടുന്നു. ദെൻ ബ്ലോക്കിൽ നമ്മൾ റഫ് കിട്ടുന്നു. ഇനി റഫ് ഡോട്ട് ഗെറ്റ് ഡൗൺലോഡ് URL എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. റഫിന്റെ ഉള്ളിലുള്ള മെത്തേഡാണ്. URL ക്യാപിറ്റൽ ആണ്, മൊത്തത്തിൽ URL ക്യാപിറ്റൽ ആണോ? അതെ, ഓക്കെ, URL ക്യാപിറ്റൽ ആണ്. അതും ആ ഒരു URL കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ദെൻ ബ്ലോക്ക് വരുന്നുണ്ട്. അതിൽ URL വരുന്നു. എന്നിട്ട് നമ്മൾ ആ URL എടുത്തു വെക്കണം. കൺസോൾ ചെയ്ത് നോക്കാം നമുക്ക്. ജസ്റ്റ് കൺസോൾ ചെയ്ത് നോക്കാം. console.log ആ URL വെക്കാം. URL അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺസോളിൽ വരേണ്ടതാണ്. സോറി, കൺസോൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇത് എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് പെർമിഷൻ ഇല്ല എന്നാണ്. അപ്പോൾ ഫയൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ലോഗിൻ ആയിരിക്കണം. ഒരു യൂസർ ലോഗിൻ ആയിരിക്കണം. നമുക്ക് ലോഗിൻ ചെയ്താൽ ഈ ഒരു പ്രശ്നം പോകും. നമുക്ക് ലോഗിൻ ചെയ്യാം ആദ്യം. ഓക്കെ, ലോഗിൻ ആയിട്ടുണ്ട്. നമുക്കിനി ക്രിയേറ്റിലേക്ക് പോവാം. ഇവിടെയൊക്കെ നിങ്ങൾ ലിങ്ക് കൊടുക്കണം കേട്ടോ. ഈ ഒരു ബട്ടന്റെ ആക്ഷനിൽ ലിങ്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഹിസ്റ്ററി ഡോട്ട് പുഷ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അത് വെച്ചിട്ട് ഈ ക്രിയേറ്റിലേക്ക് പുഷ് ചെയ്യണം. നമുക്ക് വേഗം
പറഞ്ഞു കൊടുക്കാം. അപ്ലോഡ് ചെയ്യുന്നു. എടുത്താൽ യെസ് വന്നിട്ടുണ്ട്. ഇമേജ് അപ്ലോഡ് ആയിട്ട് URL ഒന്ന് കാണിച്ചേ. URL ഓക്കെ, URL വന്നിട്ടുണ്ട്. നമ്മൾ ഫയർ സ്റ്റോറിൽ പോയി സ്റ്റോറേജ് പോയി നോക്കിയാൽ നമുക്ക് ആ ഇമേജ് ആണെങ്കിൽ ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഈ ഇമേജ് വന്നിട്ടുണ്ട്. യെസ്, പെർഫെക്റ്റ് ആണ്, വർക്കിംഗ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫയർ സ്റ്റോറിലേക്ക് നമുക്ക് ഈ സാധനങ്ങളൊക്കെ തള്ളണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫയർ ബേസ് ഡോട്ട് എന്താണ് ഫയർ സ്റ്റോർ എന്നല്ലേ ഡോക്യുമെന്റേഷൻ എടുത്ത ഫയർ സ്റ്റോറിനാണോ? ഫയർ സ്റ്റോർ അതൊരു ഒബ്ജക്റ്റ് ആണ്. ഡോട്ട് കളക്ഷൻ അല്ലേ? കളക്ഷൻ ആണ്. കളക്ഷന്റെ പേരെന്താണ്? നമുക്ക് പ്രൊഡക്ട്സ് എന്ന് കൊടുക്കാം. പ്രൊഡക്ട്സ് അല്ലേ? അങ്ങനെ ഈ കളക്ഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതാണ്. ആഡിലേക്ക് നമ്മൾ നെയിം കൊടുക്കുന്നു, പിന്നെ കാറ്റഗറി കൊടുക്കുന്നു, പ്രൈസ് കൊടുക്കുന്നു, പിന്നെന്താണ് ഇമേജ് URL ആണ്. എന്താണ് URL? അതെന്താണ്? URL തന്നെയാണ്, മുകളിൽ കാണുന്ന URL ആണ്. അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ഒബ്ജക്റ്റിന്റെ പേര് സെയിം, ഒബ്ജക്റ്റിന്റെ പേരും കീയും സെയിം ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. ഇങ്ങനെ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നെയിം ഈക്വൽ ടു നെയിം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കൊടുത്താൽ മതി. URL നെയിം ആയി, കാറ്റഗറി ആയി, പ്രൈസ് ആയി, URL ആയി. ഇനി എന്താണ്? ഒരു സാധനം മിസ്സിംഗ് ആണ്, രണ്ട് സാധനം മിസ്സിംഗ് ആണ്. യൂസർ ID അല്ലേ? യൂസർ ID ഈക്വൽ ടു നമ്മൾക്ക് കിട്ടിയ യൂസർ, കോൺടാക്ട് കിട്ടിയ യൂസറിന്റെ ഡോട്ട് UID അല്ലേ? UID. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഒരു ക്രിയേറ്റഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡേറ്റ് കൊടുക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളൊരു ഡേറ്റിന് വേണ്ടിയിട്ട് അത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡേറ്റ് ഡോട്ട് ന്യൂ ഡേറ്റ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ ന്യൂ ഡേറ്റ് നമുക്ക് പുറത്ത് എഴുതാം. കോൺസ്റ്റന്റ് ഡേറ്റ് ഈക്വൽ ടു ന്യൂ ഡേറ്റ്. ന്യൂ ഡേറ്റ് എന്താ തരുന്നത്? ഇപ്പോൾ ഉള്ള ഡേറ്റ് ആണ് തരുന്നത്. ഇപ്പോൾ റൈറ്റ് നൗ ഉള്ള ഡേറ്റ് ആണ് തരുന്നത്. ആ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഡേറ്റ് തരും. നമുക്ക് ഡേറ്റ് ടു സ്ട്രിങ് ആക്കാം അല്ലേ? ടു ഡേറ്റ് സ്ട്രിങ് അല്ലേ? ഡേറ്റ് സ്ട്രിങ് ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇത്രയും ചെയ്താൽ നമ്മൾ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യും. ഒരു 1200 രൂപ കൊടുക്കാം. 12,000 ആയിപ്പോയില്ലേ അത്? ഓക്കെ, SPS അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ 2 പ്രാവശ്യം അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ 2 പ്രാവശ്യം ബട്ടൺ ഞെക്കിയിട്ടുണ്ട്. പ്രൊഡക്ട്സ് ജസ്റ്റ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം പ്രൊഡക്റ്റ് എല്ലാവരും ഞെക്കിക്കൊണ്ടാണ് വന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ യൂസർ ID ഉണ്ട്. ഈ ഐഡിയും ആ യൂസർ ഐഡിയും സെയിം ആണല്ലേ? സെയിം ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അവിടെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ വ്യൂ പോസ്റ്റ് ഇതാക്കുമ്പോൾ നമ്മൾ ഇതാക്കുന്നത്. ഈ ഡീറ്റെയിൽസ് എടുക്കുന്നത് ഈ ID മാച്ച് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഹോം പേജിൽ ഡൈനാമിക് ആയിട്ട് ഡിസ്പ്ലേ ഒരു കാര്യം കൂടി ചെയ്തുകൂടെ? അവിടെ ഒരു ഡൈനാമിക് ആയിട്ട് റീഡയറക്ട് ചെയ്തിട്ട് ഹോം പേജിലോട്ട് ഡൈനാമിക് ആയിട്ട് ഓക്കെ സാധാരണ റീഡയറക്ട് ചെയ്യാം. അത് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം ഇമ്പോർട്ടായ യൂസ് ഹിസ്റ്ററിയിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. യൂസ് ഹിസ്റ്ററി നമുക്ക് ഉപയോഗിക്കാം. യൂസ് ഹിസ്റ്ററി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി ഡോട്ട് പുഷ് വിളിക്കാം. എന്നിട്ട് ഹോം പേജിലേക്ക് റീഡയറക്ട് ചെയ്യാം. അപ്ലോഡ് ആയി കഴിഞ്ഞാൽ റീഡയറക്ട് ആയിക്കോളും. ഓക്കെ ചെയ്യാം. റീലോഡ് ചെയ്തിട്ട്
കാറ്റഗറി, പ്രൈസ്, പിന്നെ ഒരു ഇമേജ്. ഇവിടെ ആയിക്കഴിഞ്ഞാൽ യെസ് വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ആ സാധനങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ഇവിടെ കാർഡ് പോലെ ആക്കണമല്ലേ? കാർഡ് പോലെ ആക്കണം. അതിനു വേണ്ടി നമുക്ക് ഹോമിൽ കയറാം. Ctrl+P അടിച്ചാൽ നമുക്ക് പോകേണ്ട ഒരു ഫയൽ, ഏത് ഫയലാണോ ആ ഫയലിന്റെ പേര് അടിച്ചെടുത്താൽ നമുക്ക് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. ഓക്കെ. പോസ്റ്റുകളെല്ലാം ഉണ്ട്. പോസ്റ്റുകളിൽ നമുക്ക് ഈ പോസ്റ്റ് ആദ്യമായിട്ട് മൗണ്ട് ആകുമ്പോൾ മാത്രമേ നമുക്ക് ഈ പോസ്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇത് ഒരു പോസ്റ്റ് ഏതാണ്? ഇത് പോസ്റ്റിന്റെ പാരന്റ്. ഇത് വ്യൂ, ക്വിക്ക് വ്യൂ നോക്കട്ടെ. ഓക്കെ, ക്വിക്ക് വ്യൂ, സോറി ക്വിക്ക് വ്യൂ ആണിത് അല്ലേ? ഓക്കെ, അത് നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടുണ്ട്. ഇതാണ് ഒരു കാർഡ് അല്ലേ? ഈ ഒരു കാർഡാണ് നമുക്ക് ഡൈനാമിക് ആക്കേണ്ടത് അല്ലേ? അത് ഈ കാർഡാണോ? ഇത് കാർഡ്സ്, ഈ ഒരു കാർഡാണ് നമുക്ക് ഡൈനാമിക് ആക്കേണ്ടത്. യെസ്, ഈ ഒരു കാർഡാണ് നമുക്ക് ഡൈനാമിക് ആക്കേണ്ടത്. ഈ ക്ലാസ് നെയിം കാർഡ് അത് ഡൈനാമിക് ആക്കണം അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ പോസ്റ്റുകൾ, നമ്മൾ അപ്ലോഡ് ചെയ്ത പ്രൊഡക്ട്സുകൾ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമുക്ക് യൂസ് ഇഫക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ലോഡ് ആകുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു ഡാറ്റ എടുത്തോണ്ട് യൂസ് ഇഫക്റ്റും വേണം, യൂസ് കോണ്ടക്റ്റും വേണം. ഫയർബേസ് ആവശ്യമുണ്ടല്ലോ അവിടെ. യൂസ് എഫക്റ്റ് ഹിസ്റ്ററിന്റെ ആവശ്യമില്ല. യൂസ് കോണ്ടക്സ്റ്റ് ആദ്യം ചെയ്താ ഫയർബേസ് അല്ല വേണ്ട. ആദ്യം ചെയ്ത കാര്യം തന്നെയാണ് പിന്നെയും ചെയ്യുന്നത്. ഫയർ ബേസ് കോണ്ടക്സ്റ്റ്. യൂസ് ഇഫക്റ്റ് അല്ല അത്. അതിന് മുന്നേ നമുക്ക് പോസ്റ്റുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ. പ്രൊഡക്ട്സും പോസ്റ്റും സെയിം സാധനം തന്നെയാണ്. നമുക്ക് പോസ്റ്റിനെ വിളിക്കാം അല്ല, നമ്മൾ അവിടെ പ്രൊഡക്ട്സ് നല്ല കൊടുത്താൽ പ്രൊഡക്ട്സ് എങ്ങനെ വിളിക്കാം അല്ലെ? പ്രൊഡക്ട്സുകൾ നമുക്ക് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം, ആ സ്റ്റേറ്റിൽ വെക്കണം. അപ്പൊ ആ സ്റ്റേറ്റും കൂടെ നമുക്ക് ചെയ്യാം. അതും കൂടെ ഇനീഷ്യലൈസ് ചെയ്യാം. യൂസ് സ്റ്റേറ്റ് കോൺസ്റ്റ് യൂസ് സ്റ്റേറ്റ് പ്രൊഡക്ട്സ് സെറ്റ്. ആ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒരു അറേ ആയിരിക്കൂലേ? നമുക്ക് കുറെ മൾട്ടിപ്പിൾ ഡാറ്റാസ് ഉണ്ടാവില്ലേ? അറേ കൊടുക്കാം, നമുക്കറിയാലോ അറിയണം. ഇനി നമുക്ക് യൂസ് ഇഫക്റ്റ് വെച്ചിട്ട് ആ കോൾ നടത്താം ഫയർബേസിലേക്കുള്ള. ഫയർബേസ് ഡോട്ട് ഫയർ സ്റ്റോർ ഡോക്യുമെന്റേഷൻ നോക്കട്ടെ. ഓക്കെ, കണ്ടു. കളക്ഷൻ, അവിടെ ആ കളക്ഷന്റെ നെയിം എന്താണ്? പ്രൊഡക്ട്സ് ആണോ? പ്രൊഡക്റ്റ് ആണോ? പ്രൊഡക്ട്സ്. പ്രൊഡക്ട്സ്. ഓക്കെ, പ്രൊഡക്ട്സ് ഡോട്ട് എന്താണ്? ഗെറ്റ് ഒരു സ്നാപ്ഷോട്ട് ആണ് തിരിച്ചു തരുന്നത്. ഡോട്ട് തന്നെ വിളിച്ചിട്ട് നമ്മൾ പ്രൊഡക്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ സ്നാപ്ഷോട്ട് നല്ല സാധനമാണ് തിരിച്ചു തരുന്നത്. അവിടെ നമുക്ക് എന്തുവേണമെങ്കിലും എഴുതിക്കൂടെ? എന്തുവേണമെങ്കിൽ എഴുതാം. സാധാരണ സ്നാപ്ഷോട്ട് എന്നാണ് എഴുതാറ്, അതുകൊണ്ട് ഞാൻ എഴുതാൻ പോകുന്നത് സ്നാപ്ഷോട്ട് തിരിച്ചു തരുന്നു. പ്രൊഡക്ട്സ് ഗെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെന്നിൽ നമുക്കൊരു സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പാരാമീറ്റർ തരുന്നുണ്ട്. അപ്പൊ ആ പാരാമീറ്ററിന്റെ ഉള്ളിൽ ഡോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അറയാണ്. ആ അറേന്റെ ഉള്ളിൽ ഓരോ ഡോക്യുമെന്റിന്റെ കുറെ മെത്തേഡ്സ് ഉണ്ട്. ഓരോ ഡോക്യുമെന്റിന് കുറെ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ ആവശ്യമുള്ള മെത്തേഡ് ഏതാണ്? ഒന്ന് ഡാറ്റ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, പിന്നെ ID എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട് ഓരോ ഡോക്യുമെന്റിന്റെ. വെച്ചാല് ഇതിപ്പോ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു അറേ, അതിൽ ഓരോ ഡോക്യുമെന്റ് ആണ് നമുക്ക് തരുന്നത്. അപ്പൊ ഇതിൽ കുറെ എന്തൊക്കെയോ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള 2 മെത്തേഡ് അതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് ആദ്യം ഈ മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉണ്ട്, അറേ മെത്തേഡ് ഉണ്ട്. അത് റിട്ടേൺ ചെയ്യുന്ന ഒരു അറയാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് സാധനം റിട്ടേൺ ചെയ്താൽ അത് റിട്ടേൺ വരുന്ന ഒരു അറയായിട്ടാണ് തിരിച്ചു വരാം. അപ്പോൾ ഓൾ പോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ടാക്കണം. ആ വേരിയബിളിലേക്ക് നമ്മൾ ഈ ഒരു പുതിയൊരു അറേ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്നാപ്ഷോട്ട് ഡോട്ട് ഡോക്സ് ഡോട്ട് മാപ്പ്, ഡോക്സ് ഒരു അറയാണ്, അതിൽ നമ്മൾ മാപ്പ് ചെയ്യുന്നു. അതിൽ ഓരോ പ്രൊഡക്ട്സും ഇങ്ങനെ നമുക്ക് കയ്യിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു മാപ്പിൽ നമ്മൾ ഫസ്റ്റ് ആർഗ്യുമെന്റ് ആയിട്ട് പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ് അല്ല തരുന്നത്. സത്യം പറഞ്ഞാൽ ഡോക്യുമെന്റിന്റെ മേലെ കുറെ മെത്തേഡ്സും കുറെ പ്രോപ്പർട്ടീസും തരുന്നുണ്ട്. അപ്പൊ ആ ഡോക്യുമെന്റിന്റെ മേലെ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ വിളിച്ചാലേ ഈ ഡാറ്റ കിട്ടുള്ളൂ, ഈ ഡോക്യുമെന്റിന്റെ അകത്തുനിന്നുള്ള ഡാറ്റ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ എന്താ ചെയ്യുന്നത്, റിട്ടേൺ എന്തിനാണ് ചെയ്യുന്നത്, മാപ്പിനുള്ളിൽ നമ്മൾ എന്ത് റിട്ടേൺ ചെയ്താലും അത് ഈ അറയിലേക്ക് കയറിക്കോളും. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യേണ്ടത് പ്രൊഡക്ട്സ് ഡോട്ട് ഡാറ്റ എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഡാറ്റ പറയുന്ന മെത്തേഡ് ഉണ്ട്. ആ ഒരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഒബ്ജക്റ്റ് ആണ് തരുന്നത്. ഈ ഒരു ഫീൽഡ്, ഈ ഒരു ഡോക്യുമെന്റിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് തിരിച്ചു വരുന്നത്. അപ്പൊ ഈ ഒബ്ജക്റ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്യണം. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സാധനം കൂടുതൽ കയറ്റാനുണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്. അതെന്താണ്, പ്രൊഡക്റ്റിന്റെ ID. പ്രൊഡക്റ്റ് ആണ്, പ്രൊഡക്ട്സ് അല്ല വരുന്നത്, മറ്റൊരു പ്രൊഡക്റ്റ് ആണ് വരുന്നത്. പേര് മാറ്റിക്കളാം. പ്രൊഡക്റ്റ് ഡോട്ട് ID അല്ലേ. എന്നിട്ട് നമുക്ക് ഇവിടെ ID കൊടുക്കാം. ഓക്കെ, പ്രൊഡക്റ്റ് ഡോട്ട് ID ആണല്ലോ, സോറി, പ്രൊഡക്റ്റ് ഡോട്ട് ID. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഫയർ സ്റ്റോർ കയറിയിട്ട് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന കളക്ഷൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ കളക്ഷൻ ഫുൾ എടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ച് സ്നാപ്ഷോട്ട് ആണ് വരുന്നത്. ഒരു സ്നാപ്ഷോട്ട് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് വരുന്നത്. ആ ഒരു ഒബ്ജക്റ്റിന്റെ അകത്ത് ഡോക്സ് എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റ് ഒരു അറയാണ് സത്യം പറഞ്ഞാൽ. ആ ഒബ്ജക്റ്റിന്റെ അകത്ത് നമുക്ക് വേണ്ട ഡാറ്റ അല്ലാണ്ട് വേറെ ഒരുപാട് കുറെ മെത്തേഡ്സും ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ ഒരു അറ ഉണ്ട്, ഡോക്സ് എന്ന് പറയുമ്പോൾ ഓരോ ഡോക്യുമെന്റിന്റെ ഒരു അറയാണ്. ആ അറേ നമ്മൾ മാപ്പ് ചെയ്താൽ ഓരോ പ്രൊഡക്റ്റും കിട്ടും. ആ ഒരു പ്രൊഡക്റ്റ് അല്ല കിട്ടുന്നത് സത്യം പറയല്ല. ആ പ്രൊഡക്റ്റിന്റെ എന്തൊക്കെയോ കുറെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആ പ്രൊഡക്റ്റിൽ ഒരു ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ വിളിച്ചാലേ ഇതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്യാണ്. പ്ലസ് അതിന്റെ കൂടെ ഉള്ള ഐഡിയും കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഓൾ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് സ്റ്റേറ്റിലേക്ക് വെക്കും, സെറ്റ് പ്രൊഡക്ട്സിലേക്ക് വെക്കും. ആ ഓൾ പോസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കണം. പ്രിന്റ് ചെയ്ത് നോക്കാം. console.log all posts സേവ് ചെയ്താൽ ഇൻസ്പെക്ട് എടുത്താൽ ഓക്കെ, ഒരു അര വന്നിട്ടുണ്ട്. സോറി, ഒരര വന്നിട്ടുണ്ട്. നമ്മൾ അടിച്ച എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആ ഓൾ പോസ്റ്റ് നമ്മൾ സ്റ്റേറ്റിലേക്ക് വെക്കണം. അതിന് വേണ്ടിയിട്ട് സെറ്റ് പ്രൊഡക്ട്സ് ഓൾ പോസ്റ്റ്സ്. ബാക്കി സിമ്പിൾ അല്ലേ, അതിൽ നിന്ന് ഓരോ ഒബ്ജക്റ്റിൽ നിന്ന് ഓരോ ഡാറ്റ എടുത്തിട്ട് ഇതിൽ കാണിക്കാം. അത് കാണിച്ചു കൊടുക്കാം. ഫസ്റ്റത്തെ ഈ ഒരു കാർഡ് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ. ഈ ഒരു കാർഡില്ല, നമുക്ക് ഏത് കാർഡാ, കാർഡ്സിന്റെ അകത്ത് കാർഡ്, ഈ കാർഡ് അല്ലേ. ഈ ഒരു കാർഡ് നമുക്ക് ഇവിടെ നമ്മൾ ആ ഡിബും ഇതാക്കണം, ഡൈനാമിക് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ആ ഡിബിൻ്റെ ഉള്ളിലിടുന്നു. ഡിബിൻ്റെ ഉള്ളിലല്ല, റാപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്ത് വിളിക്കുന്നു, പ്രൊഡക്ട്സ് ഡോട്ട് മാപ്പ്. എന്നിട്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് വരുന്നു തിരിച്ച്, എന്നിട്ട് ആ പ്രൊഡക്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു, ഡിബിന് കൊടുക്കുന്നു. ഇത് റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഇത് സേവ് ചെയ്ത് വരും.
യെസ് വന്നിട്ടുണ്ട്. അതിൽ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്തില്ല, അത് ചെയ്യാം നമുക്കിപ്പോൾ. പ്രൊഡക്റ്റ് ഇമേജ്, ഇതിൻ്റെ ഇമേജ് ആദ്യം കൊടുക്കാം. പ്രൊഡക്റ്റ് ഡോട്ട് എന്താണ് നമ്മൾ കൊടുത്തത്, URL അല്ലേ? ഓക്കെ, പിന്നെന്താണ് പ്രൈസ് ഉണ്ടല്ലോ, ഇത് പ്രൈസ് ആണോ? അതെ, അത് പ്രൈസ് ആണ്. ഓക്കെ, പ്രൊഡക്റ്റ് ഡോട്ട് പ്രൈസ്. പിന്നെ ഇതെന്താണ്, നെയിം ആണല്ലേ? അത് വെറുതെ ഇട്ടിട്ട് കാര്യമില്ല, കേളി ബ്രേസിൻ്റെ ഉള്ളിലിടണം, നല്ല ഡൈനാമിക് ആവുള്ളൂ. നെയിം താഴത്തെയാണ്. ഇതെന്താ പിന്നെ കാറ്റഗറി ആണല്ലേ? കാറ്റഗറി. കാറ്റഗറി കൊടുക്കുന്നു. പിന്നെന്താണ്, നെയിം അല്ലേ? നെയിം. ഓക്കെ, പിന്നെ ഡേറ്റും കൂടി വേണമെങ്കിൽ ആഡ്. ക്രിയേറ്റ് ഡാറ്റ അല്ലേ? അതെ. പ്രൊഡക്റ്റ് ഡോട്ട് ക്രിയേറ്റഡ് അറ്റ് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം വന്നിട്ടുണ്ടോ. യെസ് വന്നിട്ടുണ്ട്. ഒരേ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ, അത് വന്നിട്ടുണ്ട്. 3 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ബാക്കി പ്രൊഡക്ട്സ് ഒക്കെ. നമുക്കൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് നോക്കാം അല്ലേ? ക്രിയേറ്റ് നെയിം പ്രൈസ്, ഒരു ഫോട്ടോ എടുക്കാം, ഇമേജ് മാറ്റി കൊടുക്കുക. ഇത് കൊടുക്കാം. തന്നെ ആയിരുന്നില്ലേ? ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ അതും പഠിച്ചു. അപ്പോൾ പോസ്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത പോസ്റ്റ് ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ പഠിച്ചു. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനി ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വ്യൂ പോസ്റ്റ്, അതായത് ഇതിന്റെ ഡീറ്റെയിൽസ് മൊത്തം കാണിക്കുന്ന ഒരു പേജ് കാണിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ റൗട്ട് ഉണ്ടാക്കാം. വ്യൂ പോസ്റ്റ് അല്ലേ? വ്യൂ എന്നിടാം അല്ലേ? ഓക്കെ, വ്യൂ പോസ്റ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് വ്യൂ ഫ്രം പേജസ് / വ്യൂ പോസ്റ്റ്. ഓക്കെ, അതിന് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യാം. ജസ്റ്റ് കയറി നോക്കാം. അപ്പൊ ഈ ഒരു പോസ്റ്റ് എനിക്കല്ല, ആ പോസ്റ്റിലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഡൈനാമിക് ആയിട്ട് ഡാറ്റ ഡിസ്പ്ലേ ആവും. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ നമ്മളിങ്ങനെ ഓരോ ലിങ്കും അടിച്ച് കയറുകയാണ്. അപ്പൊ അതിന് പകരം നിങ്ങൾ എല്ലായിടത്തും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിങ്ക് ടാഗ് പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അത് നിങ്ങൾ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതെ, ലിങ്ക് ടാഗും പിന്നെ ഹിസ്റ്ററി ഡോട്ട് പുഷും പഠിച്ചിട്ടുണ്ട്, അതൊക്കെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്കിൽ ഇവിടെയുള്ള ഡാറ്റ നമുക്ക് അവിടെ എത്തിക്കണം. അതിനെന്ത് ചെയ്യാം? അപ്പൊ വ്യൂവിന്റെ ഉള്ളിൽ കയറിയാൽ ഹെഡർ കൊണ്ട് വ്യൂ ഉണ്ട്. അപ്പൊ ഹെഡർ ഈ വ്യൂ
ഈ വ്യൂവിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാം. നമുക്ക് ഈ വ്യൂവിൻ്റെ ഉള്ളിൽ കയറിയാൽ എന്താണുള്ളത്? ഇതിപ്പോൾ ഡമ്മി ഡാറ്റയാണ്. ഇത് നമുക്ക് ഡൈനാമിക് ആക്കണം. എങ്ങനെ വെച്ചാൽ ഇവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ സിദ്ദീഖ് പറയും. സിദ്ദീഖാണ് ഈ ഒരു ഫീച്ചർ ഉണ്ടാക്കിയത്. പറയുന്നത് അതായത് ഇപ്പോ ഇവിടുന്ന് നമുക്ക് ഈ കളക്ഷനിലെ ഡാറ്റാസ് മൊത്തം കിട്ടും. അതായത് ഇതില് URL ഉണ്ട്, പ്രൊഡക്റ്റ് നെയിം ഉണ്ട്, പ്രൈസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഒരു ഇതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ അത് പോയി എടുക്കേണ്ട കാര്യമില്ല. ഈ ഡാറ്റ എല്ലാം നമുക്ക് കോണ്ടെക്സ്റ്റിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് അപ്പുറത്തുനിന്ന് കമ്പോണൻസ് അതിൽ നിന്ന് ആക്സസ് ചെയ്യാം. പക്ഷെ അവിടെ ആ വ്യൂ പോസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒരു സെക്കൻഡ്. ഓക്കെ, ഇതില് സെല്ലർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സെല്ലർ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വേറെ കണക്ഷനിലാണ് ഫയർബേസിൽ സ്റ്റോർ ചെയ്തേക്കുന്നത്. യൂസർ ഐഡി മാത്രമേ ഉള്ളൂ. അപ്പൊ അത് യൂസർ ഐഡി വെച്ചിട്ട് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കണം. അപ്പൊ അത് ഫയർബേസിൽ പോയിട്ട് നമ്മൾ അത് ഫെച്ച് ചെയ്തെടുക്കണം. അപ്പൊ ഈ പ്രൊഡക്ട്സിന്റെ ഈ ഡീറ്റെയിൽസ് മാത്രം നമ്മൾ ഒരു കോണ്ടെക്സ്റ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ ഇപ്പൊ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ചാല് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ഒരു ബട്ടൺ ക്ലിക്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് മാത്രം നമ്മൾ കോണ്ടെക്സ്റ്റിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മൾ വ്യൂവിലേക്ക് പുഷ് ചെയ്യുന്നു. വ്യൂവില് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കോണ്ടെക്സ്റ്റ് സാധനം എടുത്തിട്ട് കാണിക്കുന്നു. അതിൽ നിന്ന് ഐഡി എടുത്തിട്ട് ഐഡി വെച്ചിട്ട് നമ്മൾ യൂസർ ഐഡി എടുത്തിട്ട് നമ്മൾ യൂസറിന്റെ ഡാറ്റാസും കളക്ട് ചെയ്യും. എന്നിട്ട് അത് കാണിക്കുന്നു. ഇത് നമുക്ക് വേറെ രീതി ചെയ്യാം. നോർമലി ചെയ്യുന്ന രീതി എന്താണ്? ഐഡി വെച്ചിട്ട് ഈ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ URL ID വെച്ചിട്ട് എടുത്തിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കാം. ഇതിപ്പോ നമ്മൾ ചെയ്യാൻ കാരണം വെച്ചാൽ നമുക്ക് കോണ്ടെക്സ്റ്റ് കുറച്ചും കൂടെ ഒന്ന് കംഫർട്ട് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ തുടങ്ങല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ആപ്പിനുള്ളിൽ പോയാല് നമ്മള് പിന്നെയും കാണിച്ചിട്ടാണ് വ്യൂവിന്റെ ഉള്ളില് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കണം. കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഒരു ഫോൾഡർ ഉണ്ട്, സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഉള്ളില് പുതിയൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കാം, പുതിയൊരു ഫയൽ ഉണ്ടാക്കാം. പോസ്റ്റ് കോണ്ടെക്സ്റ്റ് ഇടാം. ഈ കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കുന്നത് പർപ്പസിനനുസരിച്ചാണ്. നമ്മൾ ഓരോ കോണ്ടെക്സ്റ്റും ഓരോ JS ഫയൽ സെപ്പറേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതെ, മറ്റേത് ഫുൾ ഫയർബേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതെ, അപ്പം അത് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി പോസ്റ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോണ്ടെക്സ്റ്റ് ഫയൽ ഉണ്ടാക്കുന്നു. അതിൽ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ചിൽഡ്രൻ ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, റാപ്പ് ചെയ്തിട്ടുള്ള. ഏതുകൊണ്ട് യൂസ് ചെയ്തോ? ഓക്കെ, റിയാക്ട്. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് എടുക്കുന്നു. എന്നിട്ട് ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പോസ്റ്റ് ഡീറ്റെയിൽസ് കോണ്ടെക്സ്റ്റ്. പോസ്റ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയാം. ഡീറ്റെയിൽസ് വേണം. പോസ്റ്റ് കോണ്ടെക്സ്റ്റ്. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഇനീഷ്യലി നള്ളാണ്. നമുക്ക് മറ്റേ മെത്തേഡ് യൂസ് ചെയ്യാം, ചിൽഡ്രന്റെ മെത്തേഡ്. ഫംഗ്ഷൻ എഴുതുന്നു, ഒരു കമ്പോണന്റ് എഴുതുന്നു. പോസ്റ്റ് എഴുതാം. പോസ്റ്റിന് ഓൾറെഡി കമ്പോണന്റ് ഉണ്ടോ? ഇല്ല. ഓക്കെ, പോസ്റ്റ് എഴുതുന്നു. ഒരു ഫംഗ്ഷനാണ്. ചിൽഡ്രൻ വരുന്നു. അതിൻ്റെ ഉള്ളില് ഡീസ്ട്രക്ചർ ചെയ്യണം. ഡീസ്ട്രക്ചർ ചെയ്യണം അല്ലേ? പ്രോപ്സിന്റെ അകത്താണ് ചിൽഡ്രൻ ഉള്ളത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം അല്ലേ? പോസ്റ്റ് കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രൊവൈഡർ. ചിൽഡ്രൻ ഇവിടെ കൊടുക്കുന്നു. പ്രൊവൈഡറിൽ നമ്മൾ ഒരു വാല്യൂ വെക്കണം അല്ലേ? സ്റ്റേറ്റ് വേണം. ഓക്കെ, അത് ചെയ്യാം. യൂസ് സ്റ്റേറ്റ് കോൺസ്റ്റ് സ്റ്റേറ്റ് പോസ്റ്റ് ഡീറ്റെയിൽസ് സെറ്റ് പോസ്റ്റ് ഡീറ്റെയിൽസ് യൂസ് സ്റ്റേറ്റ്. ഫംഗ്ഷൻ എക്സ്പോർട്ട് ചെയ്യണം. ചെയ്യാം. ഇവിടെ വാല്യൂ കൊടുക്കണ്ടേ? വാല്യൂ ഒബ്ജക്റ്റ് ആണ്.
പോസ്റ്റ് ഡീറ്റെയിൽസും സെറ്റ് പോസ്റ്റ് ഡീറ്റെയിൽസും. ഓക്കെ, ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ഡിഫോൾട്ട് പോസ്റ്റ്, കാരണം അത് കമ്പോണന്റ് ആണ്. ഇതും എക്സ്പോർട്ട് ചെയ്യണം. ഇത് നെയിംഡ് എക്സ്പോർട്ട് ആണ്. ഓക്കെ, ഇനി നമുക്കിത് കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കാം, ഇൻഡെക്സിൽ ഉപയോഗിക്കാം. ഇത് നമുക്ക് ആപ്പിൽ യൂസ് ചെയ്യാം. ഓക്കെ, കാരണം ഇത് നമുക്ക് വേണ്ടത് ഹോമിലും ലൈക്ക് എവിടെയാണ്, ഹോമിലാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഹോമിലും വ്യൂവിലും ആണ് ആവശ്യം. വ്യൂവിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൽ മാത്രം റാപ്പ് ചെയ്യാം. എല്ലാം റാപ്പ് ചെയ്തിടാം, മൊത്തത്തിൽ അങ്ങോട്ട് റാപ്പ് ചെയ്തിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ കോൺസ്റ്റ് അല്ല, ഇത് കമ്പോണന്റ് അല്ല, ഇമ്പോർട്ട് പോസ്റ്റ് ഫ്രം സ്റ്റോർ പോസ്റ്റ് കോണ്ടെക്സ്റ്റ്. ഇനി ഈ പോസ്റ്റ് നമ്മൾ റാപ്പ് ചെയ്യുന്നു. റാപ്പ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എവിടെയാണ് വേണ്ടത്? ക്രിയേറ്റിലല്ല, ഹോമിൽ. ആദ്യം സെറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അതിൽ തിരിച്ചെടുത്താൽ പോരെ. ഓക്കെ, അപ്പോൾ പോസ്റ്റുകളിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഓൺ ക്ലിക്ക്, ഈ ഒരു ഡിബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം അല്ലേ? ഓൺ ക്ലിക്ക് ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് വേണമല്ലോ അല്ലേ, ഉപയോഗിക്കണ്ടേ? ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്യാം. കോൺസ്റ്റ് സെറ്റ് പോസ്റ്റ് ഡീറ്റെയിൽസ് യൂസ് കോണ്ടെക്സ്റ്റ് പോസ്റ്റ് കോണ്ടെക്സ്റ്റ്. യെസ്, ഓക്കെ, അത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് പോസ്റ്റ് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് വെക്കുന്നു. ഓക്കെ, പ്രൊഡക്റ്റ് വെക്കുന്നു. പിന്നെ ഇതും വേണം അല്ലേ, ഹിസ്റ്ററി റീഡയറക്റ്റ് ചെയ്യണം. ഇമ്പോർട്ട് യൂസ് ഹിസ്റ്ററി ഫ്രം റിയാക്ട് ഡോം അല്ല, ഡോം. എന്നിട്ട് ഇവിടെ ഹിസ്റ്ററി ഉപയോഗിക്കണം. യൂസ് ഹിസ്റ്ററി ഈക്വൽ ടു യൂസ് ഹിസ്റ്ററി. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഹിസ്റ്ററി ഡോട്ട് പുഷ് സ്ലാഷ് വ്യൂ. ഓക്കെ, വർക്ക് ചെയ്യണ്ടോ നോക്കാം. അല്ല, നമുക്ക് എല്ലാം ചെയ്തിട്ട് നോക്കാം വർക്ക് ചെയ്യണ്ടോ അല്ലേ. വ്യൂ പോസ്റ്റിനുള്ളിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു യൂസ് എഫക്റ്റും വേണം, സ്റ്റേറ്റും വേണം, കോണ്ടെക്സ്റ്റും വേണം. 3 സാധനം അല്ലേ? യൂസ് എഫക്റ്റ്, യൂസ് സ്റ്റേറ്റ്, പിന്നെന്താണ് യൂസ് കോണ്ടെക്സ്റ്റ്. 3 സാധനമാണ് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഒരു യു സ്റ്റേറ്റ് ഉണ്ടാക്കാം. യൂസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഉണ്ടാക്കാം. 2 സ്റ്റേറ്റ് ഉണ്ടാവും. ഇല്ല, ഒന്ന് പോസ്റ്റ് ഡീറ്റെയിൽസ്, അത് കോണ്ടെക്സ്റ്റിൽ നിന്ന് വരും. മറ്റേത് ഫയർബേസിൽ നിന്ന് എടുക്കുന്ന യൂസർ ഡീറ്റെയിൽസ്. ഓക്കെ, യൂസർ ഡീറ്റെയിൽസ് അല്ലേ? മനസ്സിലായി. സെറ്റ് യൂസർ ഡീറ്റെയിൽസ്, അത് സ്റ്റേറ്റ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു. പിന്നെ അതല്ലേ ഉള്ളൂ, ബാക്കി നമ്മൾ കോണ്ടെക്സ്റ്റ് ഡയറക്റ്റ് എടുത്ത് കൊടുക്കല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു മറ്റേന്റെ പ്രൊഡക്റ്റിന്റെ സ്റ്റേറ്റ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രൊഡക്റ്റിന്റെ സ്റ്റേറ്റ് വേണ്ട, പ്രൊഡക്റ്റിന്റെ സ്റ്റേറ്റ് നമ്മൾ കോണ്ടെക്സ്റ്റിൽ നിന്ന് എടുക്കണം. മനസ്സിലായി. നമുക്ക് കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കാം. യൂസ് കോണ്ടെക്സ്റ്റ് പ്രൊഡക്ട്സ് അല്ല,
പോസ്റ്റ് കോണ്ടെക്സ്റ്റ്. ഇനി എന്താണ് അതിൻ്റെ അകത്ത് പോസ്റ്റ് ഡീറ്റെയിൽസ്. ഇനി നമുക്ക് യൂസ് എഫക്റ്റിൽ ഫയർബേസിനെ കോൾ ചെയ്യണം. ഫയർബേസിന്റെ കണക്ഷൻ വേണ്ടേ? ഫയർബേസ് കോണ്ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഇനി എന്തുണ്ട്? ഫയർബേസ് ഡോട്ട് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് ഓട്ടോ ഇമ്പോർട്ട് ആവണുണ്ട് കേട്ടോ അവിടെ. അത് അവർ ശ്രദ്ധിക്കണം. അത് ഓട്ടോ ഇമ്പോർട്ട് ആവുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ചെയ്ത് നോക്കിയിട്ട് എറർ അടിക്കും ഇമ്പോർട്ട് ആയില്ലെങ്കിൽ. ഫയർ സ്റ്റോർ പിന്നെ കളക്ഷൻ യൂസേഴ്സ് ആണോ നോക്ക്. ഓക്കെ, അപ്പൊ കളക്ഷന് എന്നിട്ട് കളക്ഷന്റെ പേരെന്താണ്? യൂസേഴ്സ് അല്ലേ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതൊരു ക്വറിയാണ്. നേരത്തെ നമ്മൾ ചെയ്ത എല്ലാം ഇമ്പോർട്ട് അല്ല, എല്ലാം നമ്മൾ അവിടുന്ന് എടുക്കായിരുന്നു. ഇതൊരു ക്വറിയാണ്. ഫിൽട്ടർ ചെയ്തിട്ട് ഡാറ്റ എടുക്കണം. ഫിൽട്ടർ ചെയ്തിട്ട് ഡാറ്റ എടുക്കുന്ന മാതിരി. ഇപ്പൊ യൂസറിന്റെ ഐ ഡി നമുക്കറിയാം. അപ്പൊ ആ ഒരു ഐ ഡിത്തെ ഡാറ്റ മാത്രം മതി എന്നുള്ള രീതിയിലാണ് നമ്മള് ഫയർബേസിനോട് പറയാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ഡാറ്റ മാത്രമേ എത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ സിന്റാക്സ് എന്ന് പറയട്ടെ, കാണിക്കട്ടെ. വേറെ അല്ലേ, വേറെ ഐ ഡി, അതിനുള്ള എല്ലാ ഐ ഡി ഈക്വൽ ടു അങ്ങനെ എല്ലാ സിന്റാക്സ് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ സിന്റാക്സ് വരുന്നത് 3 സ്ട്രിങ് ആണ് അല്ലേ? 3 സ്ട്രിങ് അല്ലേ? 3 സ്ട്രിങ്. ഫസ്റ്റ് സ്ട്രിങ് എന്താണ് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം, ഐ ഡി ആണ്. നമ്മൾ ഐ ഡി വെച്ചിട്ടാണ് ഫിൽട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ് അതിന്റെ എവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? എന്താണ് അതിന്റെ ഗ്രേറ്റർ ദാൻ ആണോ, ഐ മീൻ ആ ലോജിക്കല് എന്താണ് ലോജിക്, എന്ത് ലോജിക്, എന്ത് ഓപ്പറേഷൻ ആണെന്ന് ചോദിക്കുന്നത്. നമുക്ക് ഈക്വൽ ടു ഓപ്പറേഷൻസ് ആണ് നോക്കേണ്ടത്. അതെന്താണ്? അപ്പോ രണ്ടാമത്തെ ഓപ്പറേഷൻ എന്താണ്? ഒരു ഓപ്പറേഷൻ ആണ്, ഓപ്പറേറ്റർ ആണ്. ഈക്വൽ ടു ആണോ, ഗ്രേറ്റർ ദാൻ ആണോ, ലെസ് ദാൻ ആണോ, അതാണ് നോക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് കൊടുക്കണം? നമ്മുടെ കയ്യിലുള്ള ഐ ഡി കൊടുക്കണം. അതെന്താണ്? യൂസറിന്റെ ഐ ഡി. അത് പോസ്റ്റ് ഡീറ്റെയിൽസിന്റെ അകത്ത് ഏതാണ്? യൂസർ ഐ ഡി അല്ലേ? പോസ്റ്റ് ഡീറ്റെയിൽസിന്റെ അകത്ത് യൂസർ ഐ ഡി. അത് നമുക്ക് ഇവിടെ കൊടുക്കാം, പുറത്തുനിന്ന് എടുത്തിട്ട് കൊടുക്കാം. നമുക്ക് പോസ്റ്റ് ഡീറ്റെയിൽസിന്റെ അകത്ത് യൂസർ ഐ ഡി ഉണ്ടല്ലേ, കോൺസ്റ്റ് ഡീസ്ട്രക്ചർ ചെയ്യാം. അല്ലേ ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ അതിന്റെ ഉള്ളിൽ എന്താണ്, പ്രൊഡക്റ്റിന്റെ ഉള്ളിൽ യൂസർ ഐ ഡി. ഓക്കെ, നമുക്ക് എടുക്കാം യൂസർ ഐ ഡി. ഓക്കെ, അത് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ ഇതെന്താ സംഭവിക്കുന്ന വെച്ചാല്, ആ യൂസേഴ്സ് എന്ന് പറയുന്ന കളക്ഷന്റെ ഉള്ളില് ഐ ഡി വെച്ചിട്ട് ചെക്ക് ചെയ്യും. ആ ഐ ഡി വെച്ചിട്ട് ആ ഐ ഡി ഇവിടെ തന്ന പോസ്റ്റ് ഉണ്ടാക്കിയ ആളെ ഐ ഡി ആണോ എന്ന് ചെക്ക് ചെയ്യും. പോസ്റ്റിന്റെ ഐ ഡി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ യൂസറിന്റെ ഐ ഡി ആണെങ്കിൽ മാത്രം ആ ഒരു ഡോക്യുമെന്റ് തരും. ചിലപ്പോൾ ഡോക്യുമെന്റ്സ് ആയിരിക്കും. അപ്പൊ അതൊരു അറേ ആയിട്ടായിരിക്കും തരിക. പുറത്ത് നല്ല മഴയാണ്, അതാണ് നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കുന്നത് അല്ലെ? ഒച്ചത്തിൽ സംസാരിക്കണമെന്നാണ് അവിടെ നിന്നുള്ള നിർദ്ദേശം. അതെ, മന്നയുടെ നിർദ്ദേശം അതാണ്. അപ്പം ഗെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഡോക്യുമെന്റ് എടുക്കാം. ആ ഡോക്യുമെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദെന്നിൽ വരും. ദെന്നിൽ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വേരിയബിൾ വെക്കാം, അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് വെക്കാം, RES എന്ന് വെക്കാം. എന്നിട്ട് ആ റെസ്പോൺസ് ഒരു അറേ ആയിരിക്കും. ആ അറേ നമുക്ക് ഫോർ ഈച്ച് വെച്ചിട്ട് നമുക്ക് അത് അറേനെ എടുക്കാം. അറേനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിപ്പോ നമുക്ക് ഒറ്റൊരു ഒബ്ജക്റ്റേ ഉള്ളൂ, യുണീക്ക് ആയിട്ടുള്ള ഐഡിയ ഉണ്ട്, ഒന്നേ ഉള്ളൂ.
അപ്പോൾ ആ ഒരു അറേ നമുക്ക് ഫോർ ഈച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഡോക്യുമെന്റ് ആണ് വരുന്നത്. അപ്പോൾ ഡോക്യുമെന്റിൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്, യൂസറിനെ നമുക്ക് സെറ്റ് ചെയ്യണം അല്ലേ? യൂസറിനെ സെറ്റ് അല്ലേ ചെയ്യേണ്ടത്? യൂസർ ഡീറ്റെയിൽസിലേക്ക്. അപ്പോൾ സെറ്റ് യൂസർ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഡോട്ട് ഡാറ്റ. ഫയർബേസിന്റെ പ്രത്യേകത അതാണ്. ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഡോക്കിനുള്ളിൽ തന്നെ കുറേ മെത്തേഡ്സും പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡാറ്റ കിട്ടണമെങ്കിൽ ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചാലേ ഡാറ്റ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. എററൊന്നും വരുന്നില്ല. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഈ ഡാറ്റാസ് ഒക്കെ നമുക്ക് ഇവിടെ റെൻഡർ ചെയ്യിപ്പിക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് പോസ്റ്റിന്റെ ഡീറ്റെയിൽസും കിട്ടി, യൂസറിന്റെ ഡീറ്റെയിൽസും കിട്ടി. ഇനി നമുക്ക് അത് യുഐയിൽ കാണിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇമേജ് തൊട്ട് ഇമേജ് ചെയ്യാം. പോസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിന്റെ അകത്ത് URL ആണ് ഇമേജിന്റെ പാത്ത് എടുക്കുന്നത്. എല്ലാം ചെയ്യണ്ട, പ്രൈസും കൂടെ ചെയ്തേക്കാം. യൂസറിന്റെ ഡീറ്റെയിൽസും നമുക്ക് ചെയ്യാം. പോസ്റ്റ് ഡീറ്റെയിൽസ് ഡോട്ട് പ്രൈസ് അല്ലേ? പ്രൈസ്. ഇനി ബാക്കിയുള്ളവർ ഫില്ല് ചെയ്യട്ടെ. ആ നെയിം കൂടി മാറ്റി യൂസറിന്റെ ഇതല്ലേ? നോ നെയിം. യൂസർ ഡീറ്റെയിൽസ് ഡോട്ട് എന്താണ്? നെയിം ആണ്. ഓക്കെ, ഫോൺ നമ്പർ നെയിം ആണോ ഡിസ്പ്ലേ നെയിം ആണോ? ഓക്കെ, യൂസർ നെയിം ആണ്. ഓക്കെ, യൂസർ നെയിം ആണ്. ഇനി നമുക്ക് ഫോണും കൂടെ വെക്കാം അല്ലേ? ഫോൺ നമ്പർ കൂടെ വെച്ചാൽ നമ്മളെ പ്രോജക്റ്റ് ഖത്തം ഹോഗയാ. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് ക്ലിക്ക് ചെയ്ത് നോക്കാൻ വന്ന് ക്ലിക്ക് ചെയ്തു. യെസ്, എന്തോ എറർ ഉണ്ട്. കനോട്ട് റീഡ് പ്രോപ്പർട്ടി യൂസർ നെയിമോ. ഓക്കെ, അത് മൗണ്ട് ആവുന്നതിന് മുമ്പ് നമ്മൾ ടെർണറി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ യൂസ് എഫക്റ്റ് ഒറ്റ പ്രാവശ്യം റൺ ആവാൻ പാടുള്ളൂ. അതുകൊണ്ട് അപ്പൊ നമുക്ക് ടെർണറി ഓപ്പറേറ്റർ ഇടാം. നമുക്ക് ഇവിടെ മാത്രമേ ടെർണറി ഓപ്പറേറ്റർ ആവശ്യമുള്ളൂ. മറ്റേ ഡാറ്റ നമുക്ക് ഓൾറെഡി അവിടെയൊക്കെ കിട്ടുന്നുണ്ട്. ഇതാണല്ലോ നമ്മള് യൂസ് എഫക്റ്റ് വെച്ച് വിളിക്കണം. യൂസർ ഡീറ്റെയിൽസ് ടെർണറിന് നമുക്ക് ആംബർസാൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു പോസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവര് ചെയ്യട്ടെ അല്ലേ? ഇതിലിനി കാറ്റഗറീസ് ഒക്കെ നോക്കുക, പിന്നെ സെർച്ച് നോക്കുക. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഇനി ചെയ്യാനുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നതിന് സാറിന്റെ സമ്മാനം ഉണ്ടാവും. ക്യാഷ് പ്രൈസ് ഉണ്ട്. അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് ചെയ്യുക. എന്നിട്ട് ഗിറ്റബിന്റെ ലിങ്ക് സാറ് പറയും, അല്ലെങ്കിൽ ഈ വീഡിയോന്റെ എവിടെയെങ്കിലും ഒക്കെ എഴുതി കാട്ടും എവിടെയാ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഇതോടെ നമ്മുടെ റിയാക്ടിന്റെ ട്യൂട്ടോറിയൽ അവസാനിക്കുകയാണ്. ഇപ്പൊ നമ്മള് സീരീസ് കഴിഞ്ഞില്ലേ? എന്താ അവസ്ഥ? നമ്മൾ 3 പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്ത് 3 പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ആണോ? പ്രോജക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ടാവോ? വേറെ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ഇനിയിപ്പോ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതിന്റെ മേലെ എക്സ്ട്രാ എന്താ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇതിന് മുകളിൽ ചെയ്യാനുള്ളത്. ഇതുകൊണ്ട് ഒരു വിധം ഒരു പബ്ലിക്കേഷൻ റിയാക്ട് കൊണ്ട് ഫ്രണ്ട് എൻഡ് വെച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതിനുള്ള സെറ്റ് ആക്കിയിട്ടുണ്ട്, ഉറപ്പാണ്. ഞാൻ പല പ്രോജക്റ്റിൽ മുങ്ങിയിട്ടുണ്ട്. ആ മുങ്ങിയ സമയത്തെല്ലാം നിങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സെറ്റാണ്, ഉറപ്പാണല്ലോ അല്ലേ? റിയാക്ട് കുറച്ച് ലൈബ്രറി ഉള്ളൂ, ഒരു ലൈബ്രറി അല്ലല്ലോ, കുറച്ച് കാര്യങ്ങളുള്ളൂ. കാര്യങ്ങൾ പഠിക്കുള്ളൂ, പിന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം അല്ലേ? ഓക്കെ, നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാ പ്രൊജക്റ്റിലും ആവശ്യമുള്ള കാര്യങ്ങളാണ്, റിപ്പീറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നടന്നിട്ടുള്ള പ്രൊജക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യം കൊടുത്തില്ല. ക്യാഷ് അവാർഡൊക്കെ പ്രഖ്യാപിച്ചിട്ടില്ലേ? ഞാൻ ഇല്ലാതിരുന്നിട്ട് ക്യാഷ് അവാർഡൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആറ് ക്യാഷ് അവാർഡ് കൊടുക്കാന്നുള്ളത് അയാള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാറിന്റെ പേര്. ക്യാഷ് അവാർഡിന് വേണ്ടിയിട്ട് പലർക്കും ലിങ്ക് യൂട്യൂബിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക്, ഒരു ഫോം സബ്മിറ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവരും അതിൽ ആ 2 പ്രൊജക്ടുകൾ, അതായത് ഒന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏതായിരുന്നു? ടുഡുവിന്റെ, രണ്ടാമത് OLX. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 3 പറഞ്ഞിട്ടുണ്ട്. അവര് എന്താണ് എല്ലാ പ്രൊജക്റ്റും സബ്മിറ്റ് ചെയ്തോട്ടെ. ഏറ്റവും നല്ല പ്രൊജക്ട് നമുക്ക്
ആയിക്കോട്ടെ 3 പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യും. 3 പ്രോജക്റ്റിന് ക്യാഷ് അവാർഡ് വന്നേക്കാം. അപ്പോൾ 3 നല്ല രീതിയിൽ വർക്ക് ചെയ്യണ നല്ല ഇതിൻ്റെ പൊളിഷാനൊക്കെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റത്തെ ടുഡൂവിൻ്റെ ആപ്ലിക്കേഷൻ ഒന്നുകൂടി ഫീച്ചേഴ്സ് ഒക്കെ കൂട്ടി കുറച്ചുകൂടി സെറ്റ് ആക്കിയിട്ട് ചെയ്തു വരുന്നത്. രണ്ടാമത്തെ ഏതായിരുന്നു നെറ്റ്ഫ്ലിക്സിന്റെ ഡിസൈൻ അല്ലേ. നെറ്റ്ഫ്ലിക്സിന്റെ ഡിസൈൻ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ആയിട്ട് മൂവീസ് അതിന്റെ മുകളിൽ പ്ലേ ചെയ്യുന്ന ഓപ്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല. നമ്മള് പ്ലേ ചെയ്യുന്ന വെച്ചിട്ടില്ല. ഒരു മൂവിനെ വരെ ക്ലിക്ക് ചെയ്ത് അതിന്റെ ട്രെയിലറും കാര്യമൊക്കെ വരുന്ന രീതിയിൽ ക്ലിക്ക് ചെയ്താൽ വരുന്ന കൂടി ആയിട്ട് അവർ ഇന്റഗ്രേറ്റ് ചെയ്തോണ്ടല്ലേ. അതിൽ കുറച്ച് ആനിമേഷൻ ഒക്കെ കാണിക്കാം. പിന്നെ ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ആ ബാനർ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്ലേ വന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. മൂവീസ് ഒക്കെ വേണമെങ്കിൽ എന്താണ് മൈ ലിസ്റ്റോ അല്ലെങ്കിൽ ഫേവറേറ്റ്സിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ അതൊക്കെ അക്കൗണ്ട് ബേസ് ചെയ്തിട്ടില്ലേ. പിന്നെ ലോഗിൻ പേജ് കൂടി വെച്ചിട്ട് കയറുന്ന രീതിയിൽ അതൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്യും. അങ്ങനെ രണ്ടാമത്തെ പോയിട്ട് തീർത്തോ. പിന്നെ മൂന്നാമത്തെ പ്രൊജക്റ്റ് ആയിട്ട് നമ്മുടെ OLX നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ OLX എന്തായാലും ബാക്ക് എൻഡ് വേണ്ടി വരില്ലേ. OLX ഫയർബേസ് ഒരു ബാക്ക് എൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഫയർബേസ് അവർക്ക് ഹോസ്റ്റ് ചെയ്യാറുണ്ട് ഡയറക്റ്റ്. ആ സംഭവം ഡയറക്റ്റ് പബ്ലിക്കിൽ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. ആ പ്രോജക്റ്റ് പബ്ലിക് ഹോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടെത്തി ചെയ്തിട്ട് ഇത് 3 നിങ്ങൾ ചെയ്തിട്ട് ലിങ്ക് സബ്മിറ്റ് ചെയ്യും. ലിങ്ക് സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് 3 സെപ്പറേറ്റ് ആയിട്ട് ക്യാഷ് അവാർഡ് കൊടുക്കാം. ഓക്കെ, 3 പ്രോജക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒറ്റ ഫോമിൽ തന്നെ ആയിരിക്കും 3 ലിങ്കും സബ്മിറ്റ് ചെയ്യണം. ലിങ്ക് ചോദിക്കുന്ന ഒരു ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിന് ബേസ് ആയിട്ട് നല്ല ക്യാഷ് അവാർഡ് 3 തരാം. 3 സെപ്പറേറ്റ് ആയിട്ട് തന്നെ 3 ഗിഫ്റ്റ് തന്നെ കൊടുക്കണേ. അപ്പോൾ അത് ക്യാഷ് അവാർഡ് ആയിട്ട് തരാം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പ്രഖ്യാപിക്കുള്ളത്. കഴിഞ്ഞിട്ട് എത്ര ദിവസത്തെ ഗ്യാപ്പ് വെക്കണം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ? 3 പ്രൊജക്റ്റും കൂടി 15 ദിവസം പോരല്ലേ. നമ്മുടെ വീഡിയോ ഒരു 10 വീഡിയോ ഉണ്ടല്ലോ. 10 വീഡിയോ ഉണ്ട്. 10 വീഡിയോ കണ്ട് എല്ലാവരും കുറച്ച് ആൾക്കാരോട് വന്നോട്ടെ മത്സരത്തിന്. അതല്ല നല്ലത്. അതെ, എന്നാലും ടൈറ്റ് കോമ്പറ്റീഷൻ ടൈറ്റ് ആവും. വീഡിയോന് ഇത്ര വ്യൂ കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാൻ നല്ല രീതിയിൽ വെച്ചാലോ. ഓക്കെ, അല്ലെങ്കിൽ ഇത്ര ലൈക്ക് കഴിഞ്ഞാലുള്ള രീതിയിൽ വെച്ചാൽ ഇത്ര ലൈക്ക് കഴിഞ്ഞാൽ അല്ലേ. 10ാമത്തെ വീഡിയോ അല്ല, എല്ലാ വീഡിയോയ്ക്കും മിനിമം 10,000 വ്യൂ കഴിഞ്ഞാൽ അന്ന് നമ്മൾ ക്യാഷ് അവാർഡ് കൊടുക്കും. എല്ലാ വീഡിയോയ്ക്കും 10,000 വ്യൂ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് അവാർഡ് പ്രഖ്യാപിക്കുക. അപ്പൊ അന്നായിരുന്നു നമ്മൾ റിലീസ് ചെയ്തിട്ട് ക്യാഷ് അവാർഡ് പറയാം. ഇതൊക്കെ ഓർമ്മ വേണം കേട്ടോ. അപ്പൊ ഇതോടുകൂടി ചലഞ്ച് കഴിഞ്ഞു. പക്ഷെ ചലഞ്ച് കഴിഞ്ഞാലും നിങ്ങൾ ഇവിടെ നിർത്തരുത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യം കൂടി പറഞ്ഞാൽ ഏതൊക്കെ നോക്കണം എന്നുള്ളത്. ഇപ്പൊ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. പലപ്പോഴും നോർമലി എല്ലാവരും കമന്റ് ചെയ്യുന്ന സാധനം ഉണ്ട്, എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന സാധനം എന്താണ്? റീഡെക്സ്. നമ്മൾ ഓൾറെഡി പലരും പറഞ്ഞിട്ടുണ്ട് റീഡെക്സിന്റെ കാര്യം. ഇപ്പോൾ സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റീഡെക്സ് കുറച്ചുകൂടി കോൺടസ്റ്റ് ഒക്കെ ഷെയർ ചെയ്യണ വേറെ രീതിയിലൊക്കെയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റീഡെക്സ് എന്ന് പറഞ്ഞ ലൈബ്രറി ഉണ്ട്, അതൊന്ന് പഠിച്ചു നോക്കൂ. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഈ ഒരു സീസണിൽ നമ്മൾ ഗണേഷിനെയും സിദ്ദീഖിനൊക്കെ ഇവിടുന്ന് കെട്ടിക്കുകയാണ് കൊച്ചിയിൽ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇട്ട് നമ്മൾ റീഡെക്സിൻ്റെ ഒക്കെ വേറെ ചെറിയ ട്യൂട്ടോറിയൽ നമുക്ക് വേറെ കൊടുക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇവരിപ്പോൾ തന്നെ വീട്ടിൽ പോകുന്നത് കരയാണ്. അമ്മനെ കാണുന്നുണ്ട്. ഗണേഷ് കരയാൻ തുടങ്ങി കുറേ ദിവസമായി. എന്നോട് ഇവിടെ 2 ദിവസത്തെ ഷൂട്ടുള്ളൂ. ഒരു മാസം തയ്ച്ചു. പക്ഷെ പോകാൻ തോന്നുന്നില്ല ഇടയ്ക്ക്. ഞാൻ ഗണേശനെ വിളിച്ചിട്ടുണ്ടെന്നത് ആദ്യത്തെ ഷൂട്ട് നീ ചെയ്താൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ, പക്ഷെ രസമായിരുന്നു. 1 മന്ത് എന്താ പറയാ കുറെ കാര്യങ്ങൾ ചെയ്തു, കുറെ പഠിച്ചു. അതിനിടയ്ക്ക് ഗണേശിന്റെ ഒരുപാട് പ്രകടനങ്ങളിവിടെ കണ്ട് സഹിക്കാൻ പറ്റുന്ന പ്രകടനങ്ങളായിരുന്നു. വേറെ റീഡെക്സ് അല്ലാതെ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. റീഡെക്സ് പോലെ വേറെ കുറച്ച് സ്റ്റേറ്റ് മാനേജ്മെന്റ് ലൈബ്രറീസ് ഉണ്ട്. വേറെ ഉണ്ട്. മോബെക്സ് എന്ന് പറയുന്ന ലൈബ്രറി ഉണ്ട്. മോബെക്സ് കുറച്ചുകൂടി ഈസിയാണ് യൂസ് ചെയ്യാൻ. റീഡെക്സ് സാഗ എന്ന് പറയുന്ന സാധനമുണ്ട്. സാഗ ഓക്കെ, അതുണ്ട്. പിന്നെ കുറേ സ്റ്റേറ്റ് മാനേജ്മെന്റ് ലൈബ്രറി കുറേ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതില് സ്റ്റേറ്റ് മാനേജ്മെന്റ് അല്ലാതെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ വേറെ നെക്സ്റ്റ് ജേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞു. അത് സെർവർ സൈഡ് റെൻഡറിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ചെയ്ത കാര്യം. പക്ഷേ സെർവർ സൈഡിലായിരിക്കും റെൻഡർ ചെയ്യാം. ഓക്കെ, എന്നുവെച്ചാൽ ഓരോ പേജും സെർവറിന് വരുന്ന മാതിരി വേറെ പേജ് ആയിട്ട് സെർവറിന് വരുന്ന രീതിയിൽ ഒക്കെ ചെയ്യാൻ എളുപ്പമാക്കാൻ. ഇപ്പോൾ നമ്മൾ വെബ് പേജ് എന്ന് വെച്ചാൽ ഒറ്റ പേജ് ആയതുകൊണ്ട് ഈ പേജുകളൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് SEO ക്യാച്ച് ചെയ്യാൻ കണ്ടന്റ് ടൈറ്റിലുകളൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. അപ്പൊ അതൊക്കെ സോൾവ് ചെയ്യാൻ നെക്സ്റ്റ് ജേഴ്സിൽ വേറെ ഇതൊന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ചെയ്യണം. ഗാറ്റ്സ്പി എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. ഗാറ്റ്സ്പി നെക്സ്റ്റ് ജേഴ്സ് പോലെയല്ല, അത് സാധാ സ്റ്റാറ്റിക് നമ്മളെ ക്രിയേറ്റ് റിയാക്ട് ആപ്പ് പോലത്തെ ഒരു സാധനമാണ്. അതിനെ കറക്റ്റ് എനിക്കറിയില്ല, പക്ഷെ അത് നോക്കുകയാണ്. അതിലും റീസെർച്ച് ചെയ്യാം. പിന്നെ ചെയ്യാൻ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാരും അങ്ങനെ പറയാനും പ്രോസസ് ചെയ്യാത്തൊരു കാര്യമാണ് ടെസ്റ്റിംഗ്. ടെസ്റ്റിംഗ് ചെയ്യാം, യൂണിറ്റ് ടെസ്റ്റ് ചെയ്യാം. അതിൽ
ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾ ഉണ്ട്. ജസ്റ്റ് അത്ര കാര്യങ്ങളുള്ളൂ. നിനക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യണ്ട അവരോട്? പിന്നെ ഡിസൈൻ രീതിയിൽ പോവാണെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്യാം. പിന്നെ മെറ്റീരിയൽ ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്യാറുമ്പോൾ നമ്മൾ നോർമലി ജാവാസ്ക്രിപ്റ്റിൽ ബൂട്ട്സ്ട്രാപ്പ് ഇടുന്ന പോലെ ബൂട്ട്സ്ട്രാപ്പ് ഇട്ടാൽ മതിയോ? ബൂട്ട്സ്ട്രാപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് നമുക്ക് റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കുറെ ഐറ്റംസ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബട്ടനൊക്കെ കമ്പോണന്റ് പോലെ ഇമ്പോർട്ട് ചെയ്തെടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മറ്റേ CSS ഫയലിന് പകരം കമ്പോണന്റ് ഇവിടെ ഓൾറെഡി ഉണ്ടാവുന്നുള്ളത്. അപ്പൊ ആ കമ്പോണന്റ് ജസ്റ്റ് യൂസ് ചെയ്യാം. അപ്പൊ ഈ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ചെറിയ മാറ്റം ഉണ്ടാവില്ല. ക്യാമൽ കേസ് ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് നോക്കിട്ടാ നല്ല രീതിയിൽ റിയാക്ട് നമ്മൾ മറ്റേ വെബ് ഡിസൈനിങ് ചെയ്തിട്ടുണ്ടല്ലോ. സോറി, റിയാക്ട് അല്ല, ബൂട്ട്സ്ട്രാപ്പ്. അത് നമുക്കിവിടെ യൂസ് ചെയ്യാം. പിന്നെ ബൂട്ട്സ്ട്രാപ്പിന് നമുക്ക് മറ്റേ സാധാ ബൂട്ട്സ്ട്രാപ്പിന് യൂസ് ചെയ്യാം ഇതിന്റെ കൂടെ തന്നെ. പിന്നെ മെറ്റീരിയൽ UI ഉണ്ട്, അതുപോലെ തന്നെ ഇതുണ്ട്, ഇത് മെറ്റീരിയലൈസ് ഉണ്ട്. അങ്ങനെ കുറെ ഫ്രെയിം വർക്കുകളുണ്ട് CSSന്റെ. അതൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഡിസൈനിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. പിന്നെ ഇവർക്ക് വേറെ ചെയ്യാനോ അതൊക്കെ ആയിട്ട് വേറെ എന്തെങ്കിലും പ്രൊജക്റ്റോ കാര്യങ്ങളോ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഈ 3 പ്രോജക്റ്റ് നമ്മൾ ചെയ്യാനുണ്ട്. തന്നെ വലിയൊരു 3 പ്രോജക്റ്റ് ആണല്ലേ, അത് മതിയില്ലേ? OLX തന്നെ നല്ല വലിയ ബിഗിനിങ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഫീച്ചേഴ്സ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യും. മാക്സിമം നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് ക്യാഷ് അവാർഡ് ഉണ്ടാവുക. അപ്പോൾ അതിന് പുറമെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിയാക്ടിന്റെ റെസ്യൂംസ്, അതായത് റിയാക്ട് ചെയ്യാൻ അറിയണം. ഇപ്പോൾ ഈ 3 പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയാക്ട് ഏകദേശം അറിയുന്ന ആൾക്കാരാവും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ റിയാക്ടിന്റെ ഡാറ്റാബേസ് നമുക്ക് കീപ്പ് ചെയ്യണം. റിയാക്ട് പഠിച്ച റിയാക്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ഡാറ്റാബേസ് നമുക്ക് കീപ്പ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇവരെ കുറേ കമ്പനീസ് ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പ്രൊഫൈൽ ഇല്ല ഇപ്പോൾ. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വേറെ ഫോം കൂടി തരാം. ആ ഫോമിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റിയാക്ട് നിങ്ങളുടെ റെസ്യൂം ഒന്ന് സബ്മിറ്റ് ചെയ്യാം. അവരുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ റിയാക്ടിന്റെ എക്സ്പീരിയൻസ് നിങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എഴുതുക. നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, റിയാക്ട് എന്താണെന്നൊക്കെയുള്ള രീതിയിൽ ഒരു കാര്യം എഴുതിയിട്ട് റെസ്യൂം ഒന്ന് നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ട് റെസ്യൂം സെറ്റ് ചെയ്യുക. ഈ പ്രൊജക്റ്റുകളൊക്കെ റെസ്യൂമിലൊക്കെ ഒന്ന് കയറ്റുക. റെസ്യൂം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നണം. അപ്പോൾ ആ രീതിയിൽ കമ്പനീസിന് ഇൻട്രസ്റ്റ് തോന്നണം. അപ്പോൾ ആ രീതിയിൽ റെസ്യൂം സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതും ഒന്ന് വേറൊരു ലിങ്കായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈ 2 ലിങ്കും ശ്രദ്ധിക്കുക. റിയാക്ട് ചെയ്ത ആൾക്കാർക്ക് റെസ്യൂം സബ്മിറ്റ് ചെയ്താൽ പ്രൊജക്റ്റുകൾ തരും, പ്ലസ് ജോബുകളും കമ്പനീസിലുള്ള റെഫറൻസും കിട്ടും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അവർ സബ്മിറ്റ് ചെയ്യട്ടെ. പിന്നെ നമുക്ക് എന്താ അവരോട് പറയാനുള്ള ലാസ്റ്റായിട്ട്? നന്നായി വരും. അപ്പോൾ ഇത് പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഡൗട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് നോക്കുക. അതുപോലെ മാസ് പ്രോജക്റ്റിന് ഏതെങ്കിലും വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാസ് പ്രോജക്റ്റ് ഏതാണ് വേണ്ടതെന്നുള്ളതും കൂടി പേര് എഴുതിയിട്ട് ഏത് ടെക്നോളജിന് മാസ് പ്രോജക്റ്റാണ് വേണ്ടതെന്നുള്ളത്, നോഡാണോ ഇനി ക്ലബ് ചെയ്തിട്ടാണോ വേണ്ടതെന്നുള്ളതും കൂടി എഴുതിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നോക്കിയിട്ട് ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മാസ് പ്രോജക്റ്റ് ഹോസ്റ്റ് ചെയ്യാം. കഴിഞ്ഞ മാസ്റ്റർ പ്രോജക്റ്റിന് കുറേ പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ടല്ലോ. മാസ്റ്റർ പ്രോജക്റ്റിന് കുറേ ആൾക്കാർ ജോലി കിട്ടി. അതുപോലെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. നമ്മുടെ ക്രോസ് റോഡ്സ് ചാനൽ കണ്ട് പഠിച്ച ആൾക്കാർ എന്നിട്ട് ജോബ് കിട്ടി കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സെൽഫി വീഡിയോ നമുക്ക് ഷെയർ ചെയ്യണം നമ്മുടെ ടീമിന്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് കൂടി ആ ലിങ്ക് കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്ക് കൂടി നമ്മൾ തരാം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിലോ അപ്ലോഡ് ചെയ്തിട്ട് പബ്ലിക് ആക്കുക. ഗൂഗിൾ ഡ്രൈവിലാണെങ്കിൽ പബ്ലിക് ആക്കുക ആ ലിങ്ക്. അതേപോലെ യൂട്യൂബിലാണെങ്കിൽ അൺലിസ്റ്റഡ് ചെയ്ത് വെച്ചാലും മതി, അല്ലെങ്കിൽ പബ്ലിക് ആക്കിക്കോ, നോ ഇഷ്യൂ. അപ്പോൾ അൺലിസ്റ്റ് ചെയ്ത് ആ വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ട് നമുക്ക് ഒരു ഫോമിൽ സബ്മിറ്റ് ചെയ്യണം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫീഡ്ബാക്ക് വീഡിയോ, അതായത് പഠിച്ചതും റിസോഴ്സിലാണ് പഠിച്ചതെന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം കുറ്റം കുറവൊക്കെ പറഞ്ഞിട്ട്, കുറ്റം പറയണമെന്നില്ല, നല്ല മാത്രം പറഞ്ഞാൽ മതി. കുറ്റം പറഞ്ഞോട്ടെ, എന്നാലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള അതാണ് നമ്മളെ കുറിച്ചുള്ള വീഡിയോ മാത്രമായി മാറുക. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടൊക്കെ പറയാം. എന്നിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ ക്രോസ് റോഡ്സ് കുറെ ആൾക്കാർ ജോബ് കിട്ടിയതിൻ്റെയൊക്കെ എല്ലാം കൂടിയാണ്. കുറേ ആൾക്കാർ നമ്മൾ പേഴ്സണലി മെസ്സേജ് അയക്കും. ഇപ്പോൾ ലിങ്ക്ഡിനിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കുന്ന ആൾക്കാർ നമ്മൾ ഓൾറെഡി പറയാറുണ്ട് ഒരു വീഡിയോ തരാൻ. അതുപോലെ നിങ്ങൾ എല്ലാവരും ഇത് വെച്ചിട്ട് പഠിച്ചിട്ട് എന്തെങ്കിലും ജോബിലോട്ട് കയറി അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്ക് ചെയ്ത് ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ വീഡിയോ ഫീഡ്ബാക്ക് ആയിട്ട് നമ്മൾ അറിയിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനേ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുക. എന്നിട്ട് വേഗം റെസ്യൂംസ് സെൻഡ് ചെയ്യുക, പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ ഫീഡ്ബാക്കും അയക്കുക. വേറെ പറയണ്ട, പഠിപ്പിക്കുന്ന വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്താ പറയുക, നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യമല്ല അതേമാതിരിയല്ല. നമുക്ക് ചെയ്യുന്ന ഒരു നോളജും ഉണ്ട്, പഠിപ്പിക്കുന്ന ഒരു നോളജും ഉണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേ തട്ടിക്കൂട്ടി തെറ്റപ്പൊക്കെ ചെയ്യാം. പക്ഷെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യവും അറിയണം. കാരണം ഇപ്പോൾ സാറ് ഞാൻ ഇരിക്കുമ്പോൾ സാറിങ്ങനെ കുട്ടികളെ മരിച്ചേക്കും, ഇതെന്താ ഞാൻ ചെറിയ
അത് ആക്ച്വലി എങ്ങനെയാണ്, അതായത് നമ്മള് ഞാനിപ്പോ എന്റെ എക്സ്പീരിയൻസ് എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ കൺസെപ്റ്റ് ഒക്കെ ഞാൻ പഠിപ്പിക്കാൻ വന്നപ്പോഴാണ് എനിക്ക് ഞാൻ പഠിച്ചത്. അടുത്തും അങ്ങനെ തന്നെ കേട്ടോ. നമ്മള് ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ പലതും അതങ്ങനെ ആയിരിക്കും നമുക്ക് അറിയണല്ലേ എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടുപോകും. ഊഹം വെക്കുന്നു, അതങ്ങനെയാണ് അതങ്ങനെ നമ്മൾ മറ്റു പ്ലാറ്റ്ഫോം കണ്ടുകൊണ്ട് അതങ്ങനെ ആയിരിക്കും ഇതെങ്ങനെ ആയിരിക്കും വെക്കും. പക്ഷെ അതിനുള്ളിലോട്ട് ഇറങ്ങിയാൽ എപ്പോഴും ശരിക്കും പഠിപ്പിക്കാനും പഠിപ്പിക്കും. പക്ഷെ ഒരു സബ്ജക്ട് പഠിപ്പിക്കുന്ന രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏതൊരു ഇന്റർവ്യൂ പാസ്സാവാം, ഏതൊരു ഇന്റർവ്യൂ എന്ത് ചെയ്യാൻ പറ്റും, കയ്യിലെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലേൺ ചെയ്യുക, അതിന് പുറമെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുക അല്ലേ. നിങ്ങൾ കോളേജുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങളെന്നെ റിയാക്ടിൻ്റെ ഒരു വർക്ക്ഷോപ്പൊക്കെ കണ്ടക്ട് ചെയ്യും, ഒരു 10 വർക്ക്ഷോപ്പൊക്കെ കണ്ടക്ട് ചെയ്യും. വേണമെങ്കിൽ തുടക്കത്തിൽ ഇനാഗുറേഷന് വേണ്ടി നമുക്ക് ഗണേഷിനെ കൊണ്ടുവരാം, സിദ്ദീഖിനെ കൊണ്ടുവരാം അല്ലേ. തുടക്കത്തിൽ വന്ന് ചെന്ന് കൊടുക്കുന്നത് അത് ആ രീതിയിൽ നിങ്ങളും പഠിപ്പിക്കാൻ ശ്രമിക്കുക, മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, കൂടുതൽ ആൾക്കാരെ ടെക്കിലോട്ട് കൊണ്ടുവരിക. നമുക്ക് കേരളത്തിലെ ടെക്കിന്റെ ഒരു മോശായനെ നമ്മൾ ക്രോസ് റോഡ്സ് മാറ്റിയെടുക്കുകയാണ്. അപ്പൊ അതിലെല്ലാവരും പാർട്ടാവുക, ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന അത്ര കഴിഞ്ഞ് മറ്റുള്ള ആൾക്കാരുടെ ഈ ഫീൽഡിലോട്ട് കൊണ്ടുവരിക. പല ഫീൽഡിലും കുടുങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരെല്ലാവരും നമുക്ക് ക്രോസ് റോഡ്സിലോട്ട് കൊണ്ടുവരിക. ടെക്കീസ് ആയിട്ട് നല്ലൊരു ഇൻകം ജോബൊക്കെ ആയിട്ട് എല്ലാവരും മുന്നോട്ട് പോട്ടെ അല്ലേ. ഓക്കെ, ബൈ, ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം ഗണേശന്റെ ഓക്കെ, ബൈ. പോവാൻ വരട്ടെ, ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. ഏവരും കാത്തിരുന്ന ആവേശ പുളകിതരാവുന്ന അല്ല, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിന്നിട്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞുതരാ. ആവേശം നിങ്ങൾ കാത്തിരുന്ന ആയിക്കോട്ടെ. ഞാൻ അങ്ങനെ പഠിക്കണ മാതിരി എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ല വേണ്ട. എന്നിട്ട് ഇത് നീ അറിയാതെ ഇട്ടമാരായിട്ട് ചെയ്യാൻ നമുക്ക്, നീ അഭിനയിച്ചാൽ മതി. നീ അറിയാതെ അല്ലടാ, ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. റിയാക്ട് ജേസിന്റെ പുളകൻ കൊള്ളിക്കണ്ട ഇത് മതി, പുളകം കൊള്ളിക്കണം. അതെ, ഓവർ ആക്ടിങ് വേണ്ട, കുറച്ച് കൂടുന്നുണ്ട്. അതെ, നീ ഇതുപോലെ നാണം കെടുത്താനുണ്ടെങ്കിൽ വിളിക്കരുത്. ചെസ് നമ്പർ 1 മോണോ ആക്ട് കാലം. ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്. മൈ ഗോഡ്, ഇനി ഒരു ദുരന്തവും കൂടി കാണണമല്ലോ എന്റെ കർത്താവേ. നിന്റെ ഓരോ കളികളെ ദൈവാധീനം കൊണ്ട് ബ്രെയിന് തകരാറൊന്നുമില്ല. എന്താ കാണിച്ചു തരുമോ? രണ്ടാമത് ചെയ്യാൻ പറയണ ദേഷ്യാണ്. ഓക്കെ, അപ്പോ മുട്ടക്കറി ഭയങ്കരം തന്നല്ലേ മാവാ. തള്ളി തല്ലിപ്പൊള്ളി വണ്ടി. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന എന്നിലെ കലാകാരൻ ഉണർന്നു. ആഹാ, എന്ത് തല്ലിപ്പൊളി പാട്ട്. ബോറായോ? ഇല്ല, മനോഹരമായി. കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. ഇതേത് ഭാഷ? അത് പറ, ഞാൻ പറയാ. ഇത് മലയാളം അല്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.